ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. യുദ്ധകാണ്ഡം 133. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു, കഞ്ചാവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയാമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രാമതും വിജയപ്രദം, രക്ഷോജനർക്ഷമാമൂലം ഹതിപ്രദം. ദക്ഷിണാനേത്രസ്ഫുരണവുമുണ്ടുമേ, ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം, സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ. വമ്പരം വാനരന്മാരെ നിയോഗിക്ക, രംഭപ്രമാദി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറിമൽ, പിമ്പേ സുമിത്രാത്മജനങ്കദോപരി. സുഗ്രീവനെ പിരിയാതാരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവായൻ ഗവാക്ഷൻ ബലി, ശൂലി സമാനനം മൈന്ദൻ വിവീതനും. പങ്കജ സംഭവാസൂനു സുഷേണനും, തുങ്കൻ നളനും ശതാബലി താരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇതാമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രദീപരമാത്തയാവേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർതി നടന്നങ്ങടുക്കുന്നതുപോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വബലങ്ങൾ ഭുജിക്കയും. ശൈലവാന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലാശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്രാജലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ടമർന്ന സൗമിത്രിയും പാരിയിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവാമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘഭയങ്കരമെത്രയും മുഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാഢ്യമഗാധമിത്തു
തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വിധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമവർഷേ മരുവിനാർ. ചന്ദ്രനുമപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷ ഭയ ക്രോധ ലോപാദികൾ സൗഖ്യമത മോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ. മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം ഒക്കെയോർത്താത്ഭുതന്മാരുടെ മതം. 134 രാവണന്റെ കാര്യാലോചന. അക്കഥ നിൽക്കാതെ ശരദപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രാനികേതനം ബുക്കിരുന്നിടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്ക് മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കോടുവന്ന കമ്പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ തഥാമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമീതാമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം. നല്ലതീ എന്നഗമത്യാമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു. സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയ. കാലുഷ്യചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം. നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നദമമത്രയും.
എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയുമോർത്തോളമുള്ളിലി. ഇതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതുമെത്രയും അത്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതായൊരു കീർത്തി വളർന്നതും പുത്രനാം മേഘാനിനാഥനതോർക്ക നീ. വിത്തേഷനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതാശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയുമോർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ കങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമേ. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയാമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനുമറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞള ഉൾതാപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.